Hello everyone, welcome to Nafi the Educator. It's me Nafi. Yes, അങ്ങനെ നിങ്ങളുടെ +1 റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ +2ലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളൊക്കെ +1 റിസൾട്ട് വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന്, നിങ്ങളുടെ +1 റിസൾട്ട് എങ്ങനെയുണ്ട്? 600-ലും 580-ലും 520-ലൊക്കെ മാർക്കുള്ള ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ +1 റിസൾട്ട് എങ്ങനെയുണ്ട്? രണ്ടാമതായിട്ട് നിങ്ങൾ +1 റിസൾട്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച മാർക്ക് തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ? ആ കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ +1 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം +1 റിസൾട്ട് വന്നു. പല കുട്ടികളുടെയും ഡൗട്ടാണ് ഞാൻ പാസ്സായോ ഫെയിലായോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം +1 അങ്ങനെ പാസ് ഫെയിൽ എന്നൊന്നുമില്ല. നിങ്ങൾ +1ഉം +2ഉം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ശരിക്കും എന്താവേണ്ടത്, പാസും ഫെയിലും ആവേണ്ടത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്ട് എടുക്കുക. ഹിസ്റ്ററി +1ൽ TE എന്ന് പറയുന്ന ഭാഗം 80 മാർക്കിനും +2ലും TE എന്ന് പറയുന്ന ഭാഗം 80 മാർക്കിനാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് +1ൽ 20 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം? +2വിൽ എന്ത് ചെയ്യണം? 28 മാർക്ക് നേടിയെടുക്കണം. അതായത് +1ലും +2ലും കൂടി 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ആ കുട്ടി TE എന്ന് കാണിക്കുന്ന ഇതിൽ 48 മാർക്ക് വാങ്ങിയെടുക്കണം. അപ്പം 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു കുട്ടി +1ലും +2ലും കൂടി 48 മാർക്ക് വാങ്ങിയാൽ ആ കുട്ടി എന്ത് ചെയ്യും? പാസ്സാവും. അപ്പം ഇനി നിങ്ങൾക്ക് +1ൽ 20 15 13 12 നിങ്ങളിപ്പോൾ തോറ്റിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി? ആ കുറഞ്ഞു പോയ മാർക്ക് നിങ്ങൾ +2ൽ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്സാൻ പറ്റും. ഇനി ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയിൽ 80ൽ 50 മാർക്കാന്ന് വിചാരിക്കുക. TEൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. TEയിൽ 80ൽ 50 മാർക്കാന്ന് വിചാരിക്കുക. ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? 2 കൊല്ലത്തേക്ക് ഇപ്പോൾ ഓൾറെഡി പാസ്സായിട്ടുണ്ട്. ശരിക്കും പാസ്സായി മാത്രം പോരാ, നല്ല മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ ആഞ്ഞ് പഠിക്കുക. ഇനി ഇത് 80 മാർക്കിൻ്റെ കാര്യം പോലെ തന്നെ 60 മാർക്കുണ്ട്. ഒരു കുട്ടിക്ക് +1 ഇപ്പം കെമിസ്ട്രിയിൽ 60ൽ TEയിൽ 60ൽ 12 മാർക്കാണ് കിട്ടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ കുട്ടി എന്ത് ചെയ്യണം? +2ൽ 60ൽ 24 മാർക്ക് വാങ്ങണം. അതായത് +1ലും +2ലും കൂടി ആ കുട്ടി 60ൽ 36 മാർക്ക് വാങ്ങിയാൽ മാത്രമേ 2 കൊല്ലത്തേക്കും പാസ്സാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് +1ൽ ഏതൊരു വിഷയത്തിൽ എത്ര കുറവ് മാർക്കാണ് കിട്ടിയെങ്കിലും നിങ്ങൾ 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 2 കൊല്ലം കൂടി +1ഉം +2ഉം കൂടി കൂട്ടിയിട്ട് 60ൽ 36ഉം 80ൽ 48 മാർക്ക് നേടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? പാസ്സാകും എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. ഇനി പല കുട്ടികളുടെയും ഡൗട്ടാണ്, ഗ്രേഡ് എന്താ സാർ റിസൾട്ട് കാണിക്കാതെ? നിങ്ങളുടെ ഗ്രേഡ് ഇപ്പം +1ൻ്റെ കൂടെ റിസൾട്ടിൽ കാണിക്കില്ല. നിങ്ങളുടെ ഗ്രേഡ് +1ൻ്റെയും +2വിൻ്റെയും മാർക്ക് കൂട്ടിയിട്ട് +2 ഗ്രേഡ് കാർഡിൻ്റെ കൂടെയാണ് നിങ്ങളുടെ എന്ത് വരിക? ഗ്രേഡ് വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +2ൽ എല്ലാ വിഷയങ്ങളും 200ലാണ്. അതായത് പ്രാക്ടിക്കലുള്ള വിഷയമടക്കം 200ലാണ്. 200ൽ 180 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ +1ൽ ഗ്രേഡ് കാണിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം +1ൻ്റെയും +2വിൻ്റെയും ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ട് +2വിലാണ് നിങ്ങളുടെ ഗ്രേഡ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല കുട്ടികളുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത്. ചില ആളുകൾക്ക് 600ലായിരിക്കും, ചില ആളുകൾക്ക് 580ലായിരിക്കും, ചില ആളുകൾക്ക് 560ലായിരിക്കും, ചില ആളുകൾക്ക് 540. പ്രാക്ടിക്കൽ സബ്ജക്റ്റ് അനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും അവസാനം അതിൻ്റെ ടോട്ടൽ മാർക്ക് കാണാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ മാർക്ക് കൂട്ടി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്കും കൂടി കൂട്ടിയിട്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ പെർസെൻറ്റേജ് കിട്ടും. ഒരു കുട്ടിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് 600ൽ 540 മാർക്കാണ് കിട്ടിയതെങ്കിൽ ആ കുട്ടിയുടെ പെർസെൻറ്റേജ് 90%. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഈ പല കുട്ടികളുടെ ഡൗട്ടാണ് റീവാലേഷൻ എന്നാണ് വരുന്നത്. റീവാലേഷൻ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് റീവാലേഷൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ +1ൻ്റെയും +2വിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടുള്ളൊരു മാർക്കായിരിക്കും നിങ്ങൾക്ക് മൊത്തം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങൾ 36 മാർക്കിൽ കൂടുതൽ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 കൊല്ലത്തേക്കും പാസ്സായി. 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 48 മാർക്ക് നിങ്ങൾ TE പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. TE എന്നുള്ള കോളുണ്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ TE എന്നുള്ള കോളുണ്ട്. അതായത് നിങ്ങൾ റിട്ടേൺ എക്സാം, നിങ്ങൾ 8th പരീക്ഷയിലാണ് ഈ മാർക്ക് വാങ്ങേണ്ടത്. CE പാസ് മാർക്കിന് കൂട്ടില്ല എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിയുടെ കാര്യം ഇതിൽ കൂട്ടുകയില്ല. 60ൽ 36 കൂടുതലും 80ൽ 48 കൂടുതലും മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു കാര്യം അറിയാത്ത ഒരുപാട് പ്രശ്നം കൂടുതൽ ഇപ്പോഴും ഉണ്ട്. അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഇനി പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ +1 റിസൾട്ട് നിങ്ങൾ വളരെ കുറവായിട്ടുണ്ടാവും, കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 നിങ്ങൾ ആഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. +2 നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുക. +2 നല്ല ഉഷാറായിട്ട് പഠിക്കുക. +2 അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരുന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.